ഇന്നലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നോക്കിയോ? നോക്കി വെച്ചു. ഇല്ല ഇല്ല, എക്സാം ആയിരുന്നല്ലോ, അറിയാം. അഭിഷേകം നാളെ യൂണിറ്റ് ടെസ്റ്റാ. എനിക്ക് നോക്കിയില്ല. നോക്കി മറ്റേ ക്വസ്റ്റ്യൻ മറ്റേ ഇന്നലെ ചെയ്യാൻ പറഞ്ഞാ ചെയ്തതാണ്. ആ ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ. അയ്യോ അയച്ചിട്ടില്ല. അയ്യോ അയക്കണമായിരുന്നു. അയക്കാം. പിന്നെ ഞാനെങ്ങനെ കാണാനാ? ഞാൻ പറയാം, ഉത്തരം പറയാം. നോക്കട്ടെ. അല്ല, ക്ലാസ്സിൽ നിന്ന് എനിക്ക് അയച്ചിട്ടാ മതി. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നമ്മള് ഡെറിവേഷൻ എഴുതിക്കൂന്ന് പറഞ്ഞായിരുന്നു. ഡെറിവേഷൻ എഴുതിയാലോ? വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുക, എന്നിട്ട് പറയാം. 3 ഡെറിവേഷൻ ആണുള്ളത്. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് സീറോ ഓർഡർ, ഫസ്റ്റ് ഓർഡർ, ഹാഫ് ലൈഫ്. 3 പഠിച്ചിട്ടുണ്ടോ? പഠിച്ചോ അഭിഷേക്? അങ്ങനെയാണെങ്കിൽ ബുക്കൊക്കെ അടച്ചു വന്നിട്ട് എഴുതാനുള്ള ബുക്ക് എടുത്തോ. എന്നിട്ട് ഹെഡിങ് എഴുതുക. ഫസ്റ്റ് എഴുതേണ്ടത് ഞാൻ പറയാൻ എഴുതിയാൽ മതി. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ. Derive the expression of integrated rate equation of zero order reaction with graph. Derive the expression for integrated rate equation of zero order reaction with graph. And represent it graphically. തുടങ്ങിക്കോ. വേഗം എഴുതുക. Derive the expression for integrated rate equation of zero order reaction with graph, with graphical representation. കഴിയുമ്പോ പറയണേ. ആഴ്ച വെച്ചിരിക്കുമ്പോ എഴുതി കഴിഞ്ഞോ? ഇല്ല, ഇത് കഴിഞ്ഞ ആഴ്ച നീ ചോദിച്ചതാ. നീ കഴിഞ്ഞു എന്നിട്ട് പറയാലോ.
ചേച്ചി ഫുൾ ഗ്രാഫിലെ അഭിഷേക് കഴിഞ്ഞോ? ഇല്ല ഇത്രയും കൂടെ ആ ലാസ്റ്റ്. ഓക്കെ ഓക്കെ കറക്റ്റാണ് ചേച്ചി. കറക്റ്റാ. താങ്ക് യു താങ്ക് ഞാൻ പറയാം ബാക്കി. അല്ല അപ്പൊ നീ ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഓർഡർ എടുത്തങ്ങ് എഴുതാ സമയത്തിന്. അയ്യോ. കഴിഞ്ഞു. കഴിഞ്ഞെങ്കിൽ എനിക്ക് വേഗം ഫോട്ടോ എടുത്ത് എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചാൽ മതി. സോ അപ്പൊ രണ്ടുപേരെയും സീറോ ഓർഡറിന്റെ കാര്യം, സീറോ ഓർഡറിന്റെ ഡിറൈവ് ചെയ്യാൻ പഠിച്ചായിരുന്നോ? പഠിച്ചാ?
ഡെറിവേഷൻ തെറ്റാണല്ലോ രണ്ടുപേർക്കും ഫൈനൽ ഇക്വേഷൻ അറിയാം സംബന്ധിച്ച്. ഫൈനൽ ആൻസർ രണ്ടുപേർക്കും അറിയാം, ഡെറൈവ് ചെയ്ത് വരാൻ അറിയത്തില്ല. ഡെറിവേഷൻ നമ്മളൊന്നും ശരിക്കും പഠിച്ചില്ലായിരുന്നു. അങ്ങനെ പഠിക്കാത്ത എന്ന് പഠിച്ച് എഴുതി കാണിക്കും. അജി ഞാൻ ഈ ശനിയാഴ്ച പോലെ ചെയ്താണ്. കാര്യം എക്സാം പറയുക ഫിസിക്സാണ് ആക്കാണ്. ശനിയാഴ്ച കാണിക്കും ചേച്ചി, ശനിയാഴ്ച ഉറപ്പായിട്ടും കാണിക്കും. അഭിഷേക് എന്ന് എഴുതി കാണിക്കും. എന്നാ കാണിക്കുന്ന എന്നെ കാണാണ്ട് എഴുതി കാണിക്കും. ഈ ഡെറിവേഷൻ തെറ്റാണ്, ഡെറൈവ് ചെയ്തെടുക്കണം, അങ്ങനെയല്ല. സീറോ ഓർഡറിന്റെ ഫസ്റ്റ് ഓർഡർ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാത്തിന്റെ ഫൈനൽ പഠിച്ചു വെച്ചിട്ടുണ്ടാവും, ഡെറിവേഷൻ പഠിച്ചിട്ടൊന്നും ഇല്ല അല്ലേ? അങ്ങനെയല്ലേ? സോ എല്ലാ ഈ പറയുന്ന 3 ഡെറിവേഷനും 2 തവണ വീതം വെച്ച് എഴുതി എനിക്ക് നാളെ അയച്ചിട്ട്, നാളെ അല്ല ഇപ്പൊ നാളെ ഒക്കെ പരീക്ഷയൊക്കെ ഉള്ളവരുണ്ടല്ലോ, അതുകൊണ്ട് ഞായറാഴ്ച. എന്നാ പിന്നെ ഫസ്റ്റ് പറഞ്ഞ 3 അങ്ങ് എഴുത്. അതായത് ഫസ്റ്റ് ഓർഡർ ഓൾറെഡി എഴുതിയില്ലേ, ഇനി ഹാഫ് ലൈഫും കൂടെ എഴുത്. ഹാഫ് ലൈഫിന്റെ സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ. ഹാഫ് ലൈഫിന്റെ എഴുതുമ്പോ 2 എഴുതണം, ഫസ്റ്റ് ഓർഡർ എഴുതണം, സീറോ ഓർഡർ എഴുതണം. എഴുതണില്ല, എഴുതിയാൽ മാത്രം പോരാ, ഞാൻ ഇടയ്ക്കൊരു ദിവസം ഇടും കേട്ടോ. ഇനിയിപ്പം ഈ ക്ലാസ് അടുത്ത പാഠം കഴിഞ്ഞിട്ട് നമുക്ക് പാഠം തീർക്കണല്ലോ. ഫസ്റ്റ് ഓർഡർ ഇതാണല്ലോ നിന്റെ ഫസ്റ്റ് ഓർഡർ. നിനക്ക് ഫസ്റ്റ് ഓർഡറിന് റേസ് ടു 0 ആണോ? ചെയ്തിട്ടുണ്ടോ? ഞാൻ എഴുതണോ ഹാഫ് ലൈഫ്? നിനക്കറിയാവോ എഴുതാൻ? ഹാഫ് ലൈഫ് എഴുതണം. അന്ന് ഹാഫ് ലൈഫ് ഇങ്ങ് വേഗം എഴുതി ഇങ്ങട്. കറക്റ്റ് ആണെങ്കിൽ എംപോസിഷൻ എഴുതണ്ട, കറക്റ്റ് അല്ലെങ്കിൽ എംപോസിഷൻ എഴുതണം. അപ്പം കിച്ച് വേഗം എന്നാ എംപോസിഷൻ എഴുതി തുടങ്ങിയപ്പോ ഇവൻ എഴുതി തീരുന്ന സമയം വരെ 2 തവണ വെച്ചിട്ട് 3 എണ്ണം. ശനിയാഴ്ച വിസ്തരിച്ച് എഴുതിക്കോളാം. ഞാൻ ഞായറാഴ്ച ചുമ്മാ ഇരിക്കണ്ടല്ലോ, നീ എഴുതിക്കോ അങ്ങോട്ട്. ഞാനത് വായിച്ചു പഠിക്കാതെ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇന്നലത്തെ ആ PDF എടുത്തിട്ട് ബാക്കി ആൻസറുകൾ അങ്ങ് എഴുതിക്കും. എന്തായാലും അവൻ എഴുതി കഴിയുന്ന അത്രയും സമയം വെറുതെ ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ ചേച്ചി. ചേച്ചി ഇതിന് ആൻസർ ഉള്ള PDF ഉണ്ടോ? ആൻസർ ഉള്ളതുണ്ട്. അതൊന്നും അയക്കണോട്ടോ. അത് നിങ്ങളെ നോക്കി സീരിയലൊക്കെ കഴിയട്ടെ എന്ന് ഓർത്തോണ്ട. ആൻസറും കൂടെ ഉണ്ടല്ലേ, എളുപ്പമായില്ലേ?
പ്രോബ്ലം ഒക്കെ എന്തായാലും എക്സാമിന് ചോദിക്കും. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ചോദിക്കുന്ന പ്രോബ്ലം ഒക്കെ. ഇതെല്ലാം ചെയ്ത് പഠിക്കണം. സെക്കൻഡ് ചാപ്റ്ററിന്റെ ആൻസർ ഉള്ള PDF ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലേ? സെക്കൻഡ് ചാപ്റ്റർ വീഡിയോ ഇട്ടിട്ടുണ്ടോ? കഴിഞ്ഞു. അല്ലാണ്ടുള്ള PDF ചേച്ചി ആയിട്ടുള്ളൂ. അറിയത്തില്ലല്ലോ ചേച്ചി. താനൊക്കെ പഠിക്കുന്നുണ്ടോടോ? അങ്ങ് വന്നങ്ങ് ഇരുന്നങ്ങ് 10 നാൾ വിട്ടേക്കുവാ. ചേച്ചി സീറോ ഓർഡർ മാത്രമുള്ള അഭിഷേകം, ഫസ്റ്റ് ഓർഡറിന്റെ ഇല്ലേ? സീറോ ഓർഡർ കറക്റ്റ് ആണ്. ഫസ്റ്റ് ഓർഡർ ഇപ്പൊ എടുത്ത് അല്ലല്ലോ, തുറന്നിട്ടുണ്ടോ? അവിടെ ഇടുമ്പം ടി ഹാഫ് ആകും. R is equal to R0/2. അപ്പൊ നമുക്ക് T is equal to ഓക്കെ. അപ്പൊ അഭിഷേക് ഹാഫ് ലൈഫ് എഴുതണ്ട, പകരം എന്തൊക്കെ എഴുതണം? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡറും ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡറും 2 തവണ എഴുതി എനിക്ക് അയച്ചിട്ടേക്കണം. കേട്ടല്ലോ? കിച്ചു 3 എഴുതി അയച്ചിട്ടേക്കണം. ഞായറാഴ്ച എഴുതി എനിക്ക് 3 അയച്ചിട്ടേക്കണം. അപ്പൊ ഞായറാഴ്ചയിലെ ഇപ്പൊ നിങ്ങൾ എഴുതത്തുള്ളൂ. പിറ്റേ ഞായറാഴ്ചയോ അല്ലെ ഇടയ്ക്ക് എപ്പോഴേലും അവധി വല്ലതും ഒക്കെ കിട്ടുമ്പോഴോ അല്ല എക്സ്ട്രാ ഒരു സമയം എടുത്തിട്ടായാലും. ഫിസിക്സിന്റെ ദിവസം എനിക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞാൻ എഴുതി. വ്യാഴാഴ്ച അവധിയാ. വ്യാഴാഴ്ച അവധിയാണല്ലോ. അപ്പൊ ഈ 3 ഡെറിവേഷൻ ഞാൻ പിന്നെ ഏതെങ്കിലും ഒരു ദിവസവും കൂടി എഴുതിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞായറാഴ്ച എംപോസിഷൻ എഴുതി അയച്ചിട്ടേക്കണം. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ 4ാമത്തെ പാഠത്തിലേക്ക്. അപ്പൊ ഇതുവരെയുള്ള പാഠം പഠിച്ച പോലെ ഒന്നും അല്ല, ഇന്നത്തെ പാഠമൊക്കെ എളുപ്പമാണ്. നമ്മൾ പഠിക്കുന്ന D and F ബ്ലോക്ക് എലമെന്റ്സ്. നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടെന്ന് പറയാനുള്ളതേ ഉള്ളൂ. D and F ബ്ലോക്ക് എലമെന്റ്സ്. D and F ബ്ലോക്ക് എലമെന്റ്സ് കണ്ടിട്ടുണ്ടോ? D ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറൊരു പേരെന്താ? എന്താ കഴിച്ചു? ഇത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ എന്നായിരുന്നു പേര് പറഞ്ഞു. നമുക്ക് S ബ്ലോക്ക് ഉണ്ട്, P ബ്ലോക്ക് ഉണ്ട്, D ബ്ലോക്ക് ഉണ്ട്, F ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കിന്റെ പറയാം. പീരിയോഡിക് ടേബിൾ കാണാവോ? കാണത്തില്ല. ഇല്ല അല്ലേ? ക്ലിയർ അല്ലല്ലേ? ഫോക്കസ് ആവത്തില്ല. കുഴപ്പമില്ല. പക്ഷെ ഈ മഞ്ഞ കളറിലുള്ള, അതായത് ഇവിടെ മുതല്, പക്ഷെ എന്റെ കൈ പോകുമ്പോ കാണാം അല്ലേ? അതെ, സ്ക്രീനിന്റെ എന്തോ ഞാൻ ആക്കി വെച്ചേക്കുന്നത്, ആരും പേടിക്കണ്ട. ഇവിടെ കണ്ടോ? S ബ്ലോക്ക് ആണ് ഈ അറ്റത്ത് കിടക്കുന്നത്, അതായത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് F ബ്ലോക്ക് ആണ്, അല്ല S ബ്ലോക്ക് ആണ്.
എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് ഇവര്. മാറ്റം പറ്റുമോ നോക്കട്ടെ. ട്രാൻസിസ്റ്റീവ് എലമെന്റ്സ് അങ്ങനെ ഉണ്ടല്ലേ ചേച്ചി? ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസ്. ഐ തിങ്ക് ഇപ്പൊ കാണാം അല്ലേ? ആ ഓക്കെ. അതായത് ഇവിടം തൊട്ട് ഇവിടം മുതൽ ഇത് ഈ റെഡ് കളറിൽ കൊടുത്തേക്കുന്ന എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ആൻഡ് ഇവിടെ വരുമ്പോ ഈ യെല്ലോ കഴിഞ്ഞിട്ടുള്ള ഈ സ്പേസ് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളത് ഏത് ബ്ലോക്ക് ആണ്? പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. പി ബ്ലോക്ക് എലമെന്റ്സ്. എസും ബിയും നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പഠിച്ചായിരുന്നു. ഓക്കെ. ഇനി എസിനും പിക്കും ഇടയ്ക്ക് കിടക്കുന്ന ഈ പറയുന്ന യെല്ലോ ബോക്സുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഇവിടെ താഴെ കിടക്കുന്ന രണ്ട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാകും. ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇന്റർ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ എഫ് ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ടുമാണ്. സോ നമുക്ക് ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആദ്യമേ എഴുതാം. ഹെഡിങ് കൊടുത്തോളുക ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കേട്ടോ. ചാപ്റ്റർ 4 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. സബ് ഹെഡിങ് ആയിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യങ്ങളാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറൊരു പേരെന്താണ്? ട്രാൻസിഷൻ മെറ്റൽസ്. ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക ഓൾസോ കോൾഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ്. ഇനി എവിടെ മുതൽ എവിടെ വരെയുള്ള ഗ്രൂപ്പുകളാണ് എഫ് ബ്ലോക്കിൽ വരുന്നത് അല്ല ഡി ബ്ലോക്കിൽ വരുന്നത്? എവിടെ മുതൽ എവിടെ വരെയുള്ള ഗ്രൂപ്പുകളാണ്? 3 to 12. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? താഴത്തേക്കുള്ളതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. 3 to 12 വരെയുള്ള ഗ്രൂപ്പാണ് എവിടെ ഉള്ളത്? ട്രാൻസിഷൻ എലമെന്റ്സിലുള്ളത്. സോ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതുക ഇറ്റ് ഇൻക്ലൂഡ് 3 to 12 ഗ്രൂപ്പ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് 3 to 12 groups. It includes 3 to 12 groups. പിന്നെ അവര് നമ്മൾ പറഞ്ഞായിരുന്നു ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ് പേര്. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? They are most of them are metals. അതായത് നമ്മുടെ ഈ ട്രാൻസിഷൻ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും എന്താണ്? മെറ്റൽസ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. മോസ്റ്റ് ഓഫ് ദം ആർ മെറ്റൽസ്. ഇനി ഇതിൽ എത്ര പീരീഡ് ഉണ്ട്? 4 പീരീഡ് ആണ്. മൊത്തം 4 പീരീഡ്. ഓക്കെ. അതായത് 4 പീരീഡ് എന്ന് പറയുമ്പോൾ 4 സീരീസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. 4 പീരീഡ് അല്ലെങ്കിൽ 4 സീരീസ്. ഇവിടെ നമ്മൾ ഡി ബ്ലോക്കിന്റെ കാര്യത്തിൽ പറയുന്ന കേട്ടോ. അവിടെ എഴുതിക്കൊള്ളുക ഇറ്റ് ഇൻവോൾവ്സ് 4 സീരീസ്. ഇറ്റ് ഇൻവോൾവ്സ് 4 സീരീസ്. 4 സീരീസ് ഉണ്ട്. ബ്രാക്കറ്റില് പീരീഡ്. 4 സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് തന്നെയാണ്. ഓക്കെ. ആൻഡ് ആ 4 സീരീസ് എഴുതിയേക്കുന്നതിന്റെ താഴെയായിട്ട് ഫസ്റ്റ് വൺ ഒന്നാമത്തെ സീരീസ് ആണ് 3D സീരീസ്. 4 സീരീസ് ഉണ്ടെന്ന് എഴുതിയില്ലേ? എന്റെ താഴേക്ക് എഴുതിക്കോ. ഫസ്റ്റ് സീരീസ് ആണ് 3D സീരീസ്. സെക്കൻഡ് എന്തായിരിക്കും? 4D സീരീസ്. 4D സീരീസ്. താഴെ 5D സീരീസ്. ആൻഡ് ഫോർത്ത് വൺ ആണ് 6D സീരീസ്. 6D സീരീസ്. എഴുതിയാ? ഓക്കെ. അപ്പൊ എന്താണ് പറഞ്ഞത്? നമ്മുടെ
ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ 3 to 12 ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാണ്. അവിടെ മൊത്തം 4 സീരീസ് അല്ലെങ്കിൽ 4 പീരീഡിലായിട്ടാണ് ഇവർ കിടക്കുന്നത്. ഫസ്റ്റ് സീരീസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? 3D സീരീസ്. അതായത് അവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3D ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ വന്ന് നിൽക്കുന്നത് 3Dയിലായിരിക്കും. സെക്കൻഡ് എന്താണ്? 4D സീരീസ്. 4D സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്ന അവിടെ ആയിരിക്കും 4Dയിലായിരിക്കും. തേർഡ് വൺ ആണ് 5D സീരീസ്. 5D സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 5D സബ്ഷെല്ലിലാണ്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് 6D. അതായത് അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് 6Dയിലായിരിക്കും. അങ്ങനെ 4 സീരീസ് ആണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിനുള്ളത്. സോ ഫസ്റ്റ് സീരീസ് നോക്കിക്കേ. ഫസ്റ്റ് സീരീസ് എവിടെ മുതൽ എവിടെ വരെയാണ്? സ്കാൻഡിയം ടു സിങ്ക് വരെ ഉള്ളവരാണ് ഫസ്റ്റ് സീരീസ്. സ്കാൻഡിയം ടു സിങ്ക്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതില് മറ്റേ ഇത് കാണും, ടേബിൾ കാണും. ടെക്സ്റ്റ് ബുക്ക് ഇല്ല രണ്ടുപേർക്കും. ഓക്കെ, സ്കാൻഡിയം ടു സിങ്ക് വരെയുള്ളവരെയാണ് നമ്മൾ ഫസ്റ്റ് സീരീസ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയാൽ മതി. സ്കാൻഡിയം ടു സിങ്ക് ആണ്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ടു 30 വരെയുള്ളവരാണ് ആ ഫസ്റ്റ് സീരീസിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് സീരീസ് നമ്മൾ പഠിച്ചിരിക്കണം നല്ലതാണ്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എസ് ബ്ലോക്കിന് ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഏതായിരുന്നു? NS122. പി ബ്ലോക്കിന് ഒരു ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഏതാണ്? NS2, NP126. ഇനി ഡി ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എഴുതിക്കോ. NS122. ഇന്നത്തെ നോട്ടിൽ അയച്ചിട്ടുണ്ടാവും. ഒരു ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഇത് NS122 N-1 into D 1 to 10. ഇതാണ് നമ്മുടെ ഡി ബ്ലോക്കിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, എപ്പോഴും ഓർക്കണം, ഇത് എഴുതിയിട്ട് ഞാൻ പറയാം. ഇത് ഈ ഓർഡറിൽ എഴുതിയാലും കുഴപ്പമില്ല, തിരിച്ചെഴുതിയാലും കുഴപ്പമില്ല. ആദ്യം എസ് വന്ന രീതിയിൽ എഴുതാം. നമുക്കറിയാം നമ്മുടെ സിങ്കിന്റെ ഒക്കെ അറ്റോമിക് നമ്പറിൽ നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണെങ്കിൽ 3D 4s എന്നാണ് അവസാനിക്കുന്നത്. 3D 4s. തൊട്ട് താഴത്തെ ഗ്രൂപ്പാണ് എങ്ങനെയായിരിക്കും? 4D 5s എന്നായിരിക്കും അവസാനിക്കുന്നത്. 5s ഫുൾഫിൽഡ് ആയിരിക്കും. ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത് ഡിയിലായിരിക്കും. നമ്മൾ ഈ എനർജി ലെവൽ വെച്ച് പറയുമ്പോൾ ഇവർക്കാണ് എനർജി കുറവ്. സോ നമ്മൾ ആദ്യം എഴുതേണ്ട ഇവന്മാരെയാണ്, എസ് ഗ്രൂപ്പിനെയാണ്. എന്നിട്ടാണ് എസിൽ ഫില്ലായിട്ട് ഡി ഫിൽ ആവുള്ളൂ. അങ്ങനെ ഒരു റൂള് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നോക്കണില്ലേ? അത് രീതി വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ എഴുതിയേക്കുന്നത്. എസ് ഫില്ലായിട്ടേ ഡി ഫിൽ ആവത്തുള്ളൂ. ആൻഡ് എക്സെപ്ഷണൽ കേസുകളുണ്ട്. നമ്മുടെ കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കാര്യമൊക്കെ ഓർക്കണുണ്ടോ? കോപ്പറും ക്രോമിയം ഹാഫ് ഫിൽഡ് ഡി സബ്ഷനിലാണ് അവർക്ക് സ്റ്റേബിൾ. അതുകൊണ്ട് എന്താണ്, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് അവിടെ 4s1 എന്നാണ് കിടക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് എടുത്തേക്കണം. സോ ഈ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയല്ലോ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അടുത്തതായിട്ട് ദ ലാസ്റ്റ് ഇലക്ട്രോൺ. നെക്സ്റ്റ് പോയിന്റ് ആണ് ദ ലാസ്റ്റ് ഇലക്ട്രോൺ enters into d orbital of penultimate shell. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസിന് മുമ്പുള്ള ഷെല്ല്. അതായത് ലാസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പെനൾട്ടിമേറ്റ്. എസിന് മുമ്പ് എന്നല്ല, ഏതാണോ ലാസ്റ്റ് ഷെല്ല് വന്നെ അതിന് തൊട്ട് മുമ്പുള്ള ഷെല്ലാണ് എന്ത്? സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലായിട്ട് വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ഇലക്ട്രോൺസ് ഒക്കെ ലാസ്റ്റ് വന്ന് അവസാനിക്കുന്ന എവിടെയായിരിക്കും? പെനൾട്ടിമേറ്റ് ഷെല്ലിലായിരിക്കും.
നമ്മളിവിടെ നോക്കുമ്പോൾ ഇതിപ്പം നമ്മുടെ തേർഡ് സീരീസ് ആണെന്ന് വിചാരിക്കുക. തേർഡ് സീരീസ് ആണ്. ഇവിടെ എങ്ങനെ വരും? 3D(NS2) 3D(1)(NS2) എന്ന് വരത്തുള്ളൂ. അടുത്ത ഇലക്ട്രോൺ എവിടേക്കായിരിക്കും? NS2 ഫുൾ ഫിൽഡ് ആണ്. അതായത് NS അല്ലല്ലോ, ഫോറസ് ഫിൽഡ് ആണ്. അത് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിരിക്കും. 4 അല്ലേ, ഫോർത്ത് ഷെൽ. സോ 3D അതായത് ലാസ്റ്റ് ഷെല്ലിന് തൊട്ട് മുമ്പുള്ള ഷെല്ലിലേക്കായിരിക്കും ഇലക്ട്രോൺസിനെ ആഡ് ചെയ്യുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ട്രാൻസിഷൻ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വേറൊരു പേരുണ്ട്. അവിടെ മെയിൻ ആയിട്ടും 3 to 12 വരെയുള്ളവരെയാണ്, 12th ഗ്രൂപ്പ് വരെയുള്ളവരെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അതിന്റെ അവർക്ക് 4 സീരീസ് ഉണ്ട്. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. ആൻഡ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അത് 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന കേട്ടോ. n-1 d⁻1 to 10 ആൻഡ് ns1 to 2. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആൻഡ് ലാസ്റ്റ് പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ പെനൾട്ടിമേറ്റ് ഷെല്ലിലേക്കായിരിക്കും ഇലക്ട്രോൺസ് വന്ന് ആഡ് ആകുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പറയുന്ന ഒരു എക്സെപ്ഷണൽ കേസുകളാണ്. ഇഷ്ടംപോലെ എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും കാര്യം. കോപ്പറിന് ശരിക്കും വരുന്നത് 3D5 4s1 എന്നാണ്. ഇവൻ ഫുൾഫിൽഡ് ആവേണ്ടതായിരുന്നു അല്ലേ? ഇവനെ ഫില്ല് ചെയ്തിട്ട് ഡീനെ നമ്മൾ ഫില്ല് ചെയ്യത്തുള്ളൂ. പക്ഷെ എന്താണ്, നമുക്കറിയാം ഫുൾഫിൽഡ് ആയിട്ടുള്ള 4s ആണ് മോർ സ്റ്റേബിൾ. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ 5ന്ന് അല്ല, അതായത് ഇവിടെ ശരിക്കും നമ്മൾ എഴുതുമ്പം 3D4 4s2 എന്നാണ് എഴുതുക. നമുക്കറിയാം ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണ് മോർ സ്റ്റേബിൾ. അതല്ലായിരുന്നു അതിന്റെ റീസൺ. ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾഫിൽഡ് ഡി ഓർബിറ്റൽസ് ആർ മോർ സ്റ്റേബിൾ. അതുകൊണ്ട് എന്ത് ചെയ്യും, 4s ഒരു ഇലക്ട്രോണെ ഡിക്ക് കൊടുക്കും. അങ്ങനെ 4 ആയിരുന്നത് എന്തായി മാറും, 5 ആയി മാറും. ഇത് തന്നെയാണ് കോപ്പറിന്റെ കേസിലും വരുന്നത്. കോപ്പറിന്റെ കേസിൽ നമ്മളൊക്കെ അറിയാൻ പാടില്ലാണ്ട് എഴുതുവാണെങ്കിൽ 3D9 4s2 എന്നേ വരത്തുള്ളൂ. നമുക്കറിയാം എന്തറിയാം, ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ ഫുൾഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽ ആണ് മോർ സ്റ്റേബിൾ. അതുകൊണ്ട് എന്ത് സംഭവിക്കും, 4s ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തെ ഡിക്ക് പോകും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 3D10 4s1. ഇത് മേ ബി ചോദിക്കാം, കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും ഈ ഒരു കോൺഫിഗറേഷൻ എഴുതാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം. ആ നോട്ട് അയച്ചേക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ആയാലും ഒന്നെടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. ഇത് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് ഹെഡിങ് എഴുതുക. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. Properties of transition elements. So first property ആണ്, they are metallic in nature. 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 Second point ആണ്, they are very hard and very low volatility. And very low volatility. ഒന്നുകൂടെ പറയോ? They are very hard. Second point ആണ്, they are very hard and have very low volatility. And have very low volatility. എഴുതിയോ? Fourth point ആണ്, they have high melting and boiling point. They have high melting and boiling point. They have high melting and boiling point. Yes. Fourth point ആണ്, they have high enthalpy of atomization. 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 എന്താണ് enthalpy of atomization?
ബോണ്ട് ബ്രേക്ക് ചെയ്ത് രണ്ട് പ്രോഡക്ട്സ് ആവാനുള്ള എൻതാൽപ്പിനല്ലേ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റൽ ക്രിസ്റ്റലിനെ അതിന്റെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആയി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എൻതാൽപ്പി. അതും കൂടി ഒന്ന് എഴുതിക്കോ, എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ. And the energy required to convert the energy required to convert metallic crystals into individual atoms. The energy required to convert metallic crystal into individual atoms. സോ ഒരു മെറ്റൽ ക്രിസ്റ്റലിനെ അതിന്റെ ഇൻഡിവിജ്വൽ ആറ്റംസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എനർജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എനർജി ഓഫ് അറ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ടാണ് നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഹൈ അറ്റമൈസേഷൻ എനർജി? അതിന്റെ കാരണം എഴുതാൻ ചോദിക്കും. ഓക്കെ, അതിന്റെ റീസണും കൂടി താഴെ എഴുതിക്കോ. റീസൺ it is due to the presence of unpaired electron. They have strong interatomic interactions. അതായത് അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്റർ അറ്റോമിക് ആറ്റംസിനിടയിലുള്ള ഇന്ററാക്ഷൻസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് അതിനെ റിമൂവ് ചെയ്യാൻ അല്ലെ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എന്ത് ചെയ്യണം? ഒരുപാട് എനർജി യൂസ് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത് ഹൈ എൻതാൽപ്പിയാണ്. ഹൈ എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്. അതിന്റെ റീസൺസ് സാധാരണ ചോദിക്കുന്നതാണ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണം. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ്, അറ്റോമിക് സൈസിന് വരുന്ന ഡിഫറൻസ്. ഓക്കെ, നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അറ്റോമിക് സൈസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിൽ കൂടി ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരിയഡിൽ പോകുവാന്ന് വിചാരിക്കുക. ആദ്യം കുറച്ച് എലമെന്റ്സിലേക്ക് പോകുമ്പം എന്ത് സംഭവിക്കുന്നത്? അറ്റോമിക് റേഡിയസ് കുറയും. എന്തുകൊണ്ടായിരിക്കും? ലെഫ്റ്റ് ടു റൈറ്റ് ഒരു പീരിയഡിൽ സൈസ് കുറയുവാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാ കുറയണം? എന്തുകൊണ്ടാ കുറയുന്നത്? അത് നമ്മുടെ ന്യൂക്ലിയറിന്റെ ചാർജ് റിമെയിൻ കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ ഓരോ സെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയല്ല, ന്യൂക്ലിയർ ചാർജ് കൂടി വരുവാ, കോൺസ്റ്റന്റ് അല്ല, കൂടി വരുവാണ്. അതായത് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണത്തിന് കൂടുതലൊന്നും വരുന്നില്ല, ഷെല്ല് കൂടുന്നില്ല. പകരം ആര് കൂടും? ന്യൂക്ലിയർ ചാർജ് കൂടും. സോ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അട്രാക്ഷൻ, അത് ഒരു ഷെല്ലല്ലേ ഉള്ളൂ, അല്ല ഒന്നല്ലേ, ഷെല്ലിന് വലിയ വ്യത്യാസം വരുന്നില്ല. 3 ഷെല്ലൊക്കെ കാണത്തുള്ളൂ. 3 ഷെല്ലിനെ 4 ഷെല്ലിനൊക്കെ പിടിച്ചു വെക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. സോ നമ്മൾ ആദ്യത്തെ കുറച്ചൊരു 4 എലമെന്റ്സ് ഇവിടെ നോക്കുവാണെങ്കിൽ SC, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് വരെയൊക്കെ അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. അതായത് ഇങ്ങനെ അത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ ഒരു 4 എലമെന്റ്സിൽ എന്ത് കൂടുതലാണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അതുകൊണ്ട് അറ്റോമിക് റേഡിയസ് കുറയും. ഓക്കെ, ബാക്കി എന്താണ്? നമ്മുടെ അയൺ, കൊബാൾട്ട്, നിക്കലിലേക്ക് വരുമ്പം ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഷീൽഡിംഗ് എഫക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് അഭിഷേക് ഷീൽഡിംഗ് എഫക്ട്? എന്താ ഷീൽഡിംഗ് എഫക്ട്? പേരിൽ തന്നെ ഇല്ലേ ഷീൽഡിംഗ് എഫക്ട്? എന്താണ് ഷീൽഡിംഗ് എഫക്ട്? പ്രൊട്ടക്ട് ചെയ്യണമെന്നല്ല, അതായത് നമ്മുടെ ഈ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി വരും അല്ലേ? സോ എന്താണ് ഈ ഫ്രണ്ടിലുള്ള ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോൺസ്
ന്യൂക്ലിയർ ആ ഒരു അട്രാക്ഷനെ തടയും, പുറകിലുള്ള ഷെൽസിന് കിട്ടാതെ, ഇലക്ട്രോൺസിന് കിട്ടാതെ അവരെ ഷീൽഡ് ചെയ്യും. കിട്ടി. അപ്പൊ എന്താണ് ഈ പെട്ടെന്ന് ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നോക്കി ഇലക്ട്രോൺസിനെ വിടിപ്പിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്. ഓക്കെ, ഷീൽഡിങ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിൽ നിന്ന് നമ്മുടെ ഈ ന്യൂക്ലിയർ ചാർജിനെ ഫ്രണ്ടിലുള്ള ഇലക്ട്രോൺസ് ഷീൽഡ് ചെയ്യും. സോ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന് അത്ര വലിയ ന്യൂക്ലിയർ ചാർജ് കിട്ടത്തില്ല, ന്യൂക്ലിയർ അട്രാക്ഷൻ കിട്ടത്തില്ല. സോ പെട്ടെന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ, അതായത് ആദ്യത്തെ 4 എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈ ഷീൽഡിങ് എഫക്റ്റിനെ കഴിഞ്ഞും കൂടുതലാണ്. ഓക്കെ, ആദ്യത്തെ 4 കേസിൽ എന്താണ് പ്രത്യേകത? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഷീൽഡിങ് എഫക്റ്റിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും. ബാക്കിയുള്ള 3 എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പോൾ അയൺ, നിക്കൽ, കൊബാൾട്ട്, ഇവരുടെ 3 പേരുടെയും കാര്യം എടുക്കുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഷീൽഡിങ് എഫക്റ്റിനോട് ഈക്വൽ ആയിരിക്കും. ഈ 3 എണ്ണത്തിൽ അറ്റോമിക് റേഡിയസ് സെയിം ആണ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ആ 3 എലമെന്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഷീൽഡിങ് എഫക്റ്റ് കൂടും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കഴിഞ്ഞും ആര് കൂടും? ഷീൽഡിങ് എഫക്റ്റ് കൂടും. ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി, സോ ഷീൽഡിങ് എഫക്റ്റ് കൂടും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? റേഡിയസ് കൂടും. പിടികിട്ടിയോ? മനസ്സിലായോ? ഇനി വരച്ച് കാണിക്കണോ ഞാൻ? ഷീൽഡിങ് നേരത്തെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഷീൽഡിങ് നേരത്തെ പഠിച്ചിട്ടില്ലല്ലോ. ഇതല്ലേ ഷീൽഡിങ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആദ്യം സ്കാൻഡിയത്തിന്റെ കാര്യം എടുക്കാം. സ്കാൻഡിയം 21 ആണ്. ഞാൻ ഔട്ടർ മോസ്റ്റ് 2 ഷെല്ല് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. SSC. സോ ഇത് ഇവന്റെ ഡി ഷെല്ലാണ്. ഡി ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ഇവന്? ഡി ഷെല്ലിൽ ഇവന് ഏതാണ്ട് 1 ഇലക്ട്രോണേ ഉള്ളൂ. ആൻഡ് ഫോറസ് അല്ല ലാസ്റ്റ് ഷെല്ല്, 3D ഫോറസിൽ ഇവന് 4 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4. ഓക്കെ, ഇവൻ എന്താണ് ഷീൽഡിങ് ഒന്നുമില്ല. 1 ഇലക്ട്രോൺ ഒക്കെ വന്നിട്ട് എന്നാ ഷീൽഡ് ചെയ്യാനാ? ഒന്നുമില്ല. അതായത് ലാസ്റ്റ് ഈ ഫോറസ്റ്റിൽ 4 മതി, 2 വരില്ലല്ലോ. നേരാണല്ലോ, 4 അല്ലല്ലോ, 2 ആണ് കേട്ടോ, മാറിപ്പോയത്. ഓക്കെ, 2 ഉള്ളൂ. സോ ഈ ലാസ്റ്റ് ഷെല്ലിന് ഈ ഇലക്ട്രോൺ, ഈ ഡി ഷെല്ല് എന്ന് പറയുന്ന ആള് ഷീൽഡ് ചെയ്യുന്നില്ല. കിട്ടിയോ? ഫ്രീ ആണ്. നമ്മുടെ സെൻട്രലിലെ ന്യൂക്ലിയസിന് പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ കിട്ടും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ആരാ കിടക്കുന്നത്? സിങ്ക് ആണ്. സിങ്ക് 30. സിങ്ക് 30യുടെ ഒക്കെ കാര്യം എടുക്കുമ്പം എന്ത് സംഭവിക്കും? നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഷെല്ലിൽ ഏതാണ്ട് 10 ഇലക്ട്രോൺ ഉണ്ട്. 1 2 3 4, ഡിയിൽ മൊത്തം 10 ഇലക്ട്രോൺ അല്ലേ? 5 6 7 8 9 10. ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ നമ്മുടെ എന്താണ് ഇതെന്തായിരുന്നു? പെനൾട്ടിമേറ്റ് സെൽ, അതായത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഷെല്ലിൽ ഭയങ്കരമായിട്ട് 10 ഇലക്ട്രോൺസ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക. അതിന്റെ പുറത്താണ് ഏത് വന്നേക്കുന്നത്? ഫോറസ് വന്നേക്കുന്നത്. സോ ഫോറസിന് അത്ര പെട്ടെന്ന് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കിട്ടുമോ? ഇല്ല. ഓക്കെ, അതായത് ഡി ഇലക്ട്രോൺസ് എല്ലാം കൂടി ഈ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനെ ഷീൽഡ് ചെയ്യും, പുറത്ത് കിട്ടാതെ. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അതിന്റെ സൈസ് കൂടും. ഓക്കെ, അതാണ് നമ്മുടെ അറ്റോമിക് റേഡിയസിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആദ്യത്തെ 4 എലമെന്റ്സിലാവുമ്പോൾ നമ്മുടെ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരും, പിന്നെ അത് കോൺസ്റ്റന്റ് ആകും, എന്നിട്ട് അത് കൂടി വരും. അങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രെൻഡ് പോകുന്നത്. എന്റെ റീസൺ മനസ്സിലായോ? ആദ്യത്തെ 4 എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പം നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ ഷീൽഡിങ് എഫക്റ്റിനെ കഴിഞ്ഞും കൂടുതലായിരിക്കും. ഇവിടെ ഷീൽഡിങ് എഫക്റ്റ് ഭയങ്കര കുറവാണ്, പക്ഷെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. ഇവിടെ എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ZN എന്ന് വല്ലതും എഴുതാം. ZN ഈസ് ഗ്രേറ്റർ ദാൻ ഷീൽഡിങ് എഫക്റ്റ്. സെന്ററിലെ എലമെന്റ്സ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് സൈസ് എല്ലാവർക്കും സെയിം ആയിട്ട് പോകണം. 3 പേർക്ക് എങ്ങാണ്ട് സൈസ് സെയിം ആയിട്ടാണ് പോകുന്നത്. അതിന് കാരണം എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഈക്വൽ ടു ഷീൽഡിങ് എഫക്റ്റ് ആണ്. പക്ഷെ ലാസ്റ്റ് 3 എലമെന്റ്സിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു പോകും.
is less than shielding effect. ഓക്കെ, ഇപ്പൊ ഏറെക്കുറെ മനസ്സിലായല്ലോ. എങ്ങനെയാണ് നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഇത്ര ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നൊന്നുമില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്ര നമുക്ക് അറ്റോമിക് റേഡിയസിൽ പഠിക്കാനുള്ളൂ. The atomic radius or ionic radius of the element in a transition series decreases from left to right. Left to right പോകുമ്പോൾ അവർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. With increase in atomic number, atomic number കൂടുന്നതിനനുസരിച്ച് ഒരു പീരീഡിൽ പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുവാണ് കേട്ടോ. സോ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അറ്റോമിക് നമ്പർ കൂടുവാണ്. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്താണ് ശരിക്കും സംഭവിക്കേണ്ടത്? സൈസ് കുറയുവാണ് ചെയ്യണത്. This decrease is very small after midway, and at the end of the series there is a slight increase in the atomic radius values. അതായത് എന്താണ് പറയുന്നത്, നമ്മളിങ്ങനെ പോകുന്നതിനനുസരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിനനുസരിച്ച് കുറച്ച് പോകുമ്പോൾ എന്താണ് ഈ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുവാണ്. പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. ശേഷം ലാസ്റ്റിലേക്ക് വരുമ്പോൾ അറ്റോമിക് റേഡിയ കൂടിയാണ് വരുന്നത്. ഇനി അതിന്റെ റീസൺ ആണ് പറയുന്നത്. The decrease in atomic size is due to increase in nuclear charge. അറ്റോമിക് റേഡിയസ് കുറയാൻ കാരണം എന്താണ്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ടാണ്. But the effect of increased nuclear charge is partially cancelled by screening effect of the d electrons in the penultimate shells. നമുക്കറിയാം പെനൾട്ടിമേറ്റ് തൊട്ട് മുമ്പിലുള്ള ഡി ബ്ലോക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? നമ്മുടെ ഇലക്ട്രോൺ ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺസിൽ എസ് സബ്ഷെല്ലിനെ ഷീൽഡ് ചെയ്യും. Towards the end of the series, there is increase in repulsion between added electrons in the same orbit, which result in slight expansion of electron cloud and hence the atomic radii increase. അതുകൊണ്ട് എന്താണ്, ഇലക്ട്രോൺസിന് ഇടയ്ക്ക് റിപ്പൽഷൻ ഉണ്ട്. ആ റിപ്പൽഷൻ, അതായത് 10 ഇലക്ട്രോൺസ് ഒക്കെ ഒന്നിച്ച് കിടക്കുമല്ലേ, സോ ആ ഒരു റിപ്പൽഷൻ മൂലവും അതുപോലെ തന്നെ ഈ ഷീൽഡിങ് എഫക്ട് കൊണ്ടുമാണ് ലാസ്റ്റിലേക്ക് മുമ്പ് എന്ത് കൂടാൻ കാരണം? അറ്റോമിക് റേഡിയസ് കൂടാൻ കാരണം. ഒരു കാര്യം ക്ലിയർ ആയല്ലോ അല്ലേ? പിടികിട്ടി അഭിഷേകൻ? അല്ലേ ചേച്ചി? ചേച്ചി സൈസ് കൂടുമെന്ന് പറഞ്ഞത് ഒരു പീരീഡിൽ ഇങ്ങനെ പോകുമ്പോഴാണോ അതോ ഇങ്ങനെ വരുമ്പോഴാണോ? എടാ, ഒരു പീരീഡിൽ പോകുമ്പോ ആദ്യം കുറയും, പിന്നെ കോൺസ്റ്റന്റ് ആകും, എന്നിട്ട് കൂടും. അല്ല, പീരീഡ് സൈസ് കുറയുമല്ലേ ഇന്ന്? എടാ, ഞാനിപ്പോ ഇത് എന്തുവാടെ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞോണ്ടിരുന്നേ? നിങ്ങളോട് തന്നെയല്ല ഞാനീ പറഞ്ഞോണ്ട്, നിങ്ങൾ ഇവിടെ ഒന്നും അല്ല ഇരിക്കുന്നേ. എടാ, പീരീഡ് സൈസ് കുറയും, പക്ഷെ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യം എടുക്കുമ്പം ആദ്യം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, ഷീൽഡിംഗ് എഫക്റ്റിനെ കഴിഞ്ഞ് കൂടുതലാണ്. അതുകൊണ്ട് സൈസ് കുറച്ച് നേരത്തേക്ക് സൈസ് ഡിക്രീസ് ചെയ്യും. അത് കഴിയുമ്പോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതായത് 3 എലമെന്റ്സിന് പിന്നെ സൈസ് കോൺസ്റ്റന്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി 3 എലമെന്റ് ഉണ്ട് ഡി ബ്ലോക്കിൽ തന്നെ, അവർക്ക് സൈസ് ഇൻക്രീസ് ചെയ്യും. കാരണം അവർക്ക് ഷീൽഡിംഗ് എഫക്ട് ഉണ്ട്. കിട്ടിയോ? ലെഫ്റ്റ് ടു റൈറ്റിലെ കാര്യം തന്നെ, അത് പീരീഡിലെ കാര്യം തന്നെയാണ് പറയണത്. ഗ്രൂപ്പിൽ പതിവ് പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. താഴത്തേക്ക് പോകുമ്പോ എന്ത് ചെയ്യും? സൈസ് കൂടും, അത്രേ ഉള്ളൂ. പീരീഡിൽ പോകുമ്പം ആദ്യം സൈസ് ഡിക്രീസ് ചെയ്യും, പിന്നെ കോൺസ്റ്റന്റ് ആയി നിൽക്കും, എന്നിട്ട് ഇൻക്രീസ് ചെയ്യും. ഇതിന്റെ റീസൺ ആണ് ന്യൂക്ലിയർ ചാർജും ഷീൽഡിംഗ് എഫക്റ്റും വെച്ച് പറഞ്ഞു തന്നത്. ക്ലിയർ ആയോ? അവിടെ വരെ ഒന്ന് വായിച്ചു നോക്ക്. ബാക്കി നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. അടുത്ത അയണൈസേഷൻ എന്താൽപ്പി. അയണൈസേഷൻ എന്താൽപ്പിക്ക് ഈ സെയിം റീസൺ തന്നെയാണ് പറയണത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ ഷീൽഡിങ് എഫക്റ്റും നമ്മുടെ ന്യൂക്ലിയർ ചാർജും വെച്ചിട്ട് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അയോൺസ് ആവാനുള്ള മിനിമം ചാർജ്, സെപ്പറേറ്റ് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്ത് പോസിറ്റീവ് ചാർജ് നേടിക്കാനുള്ള കഴിവിനെയാണ് അയണൈസേഷൻ എന്താ, അതിന് വേണ്ട എനർജിനെയാണ് അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത്. ഒരു പീരീഡിന്റെ കാര്യം എടുക്കുമ്പം ആദ്യം കുറച്ച് എലമെന്റ്സിൽ റേഡിയസ് ഡിക്രീസ് ചെയ്യുവാണ്, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. അങ്ങനെയാണ് അവിടുത്തെ അയണൈസേഷൻ എന്താൽപ്പി എങ്ങനെയായിരിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടുതലുള്ള സ്ഥലത്ത്, റേഡിയസ് കുറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഇലക്ട്രോണെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ എളുപ്പമാണ്? അല്ല. അപ്പൊ കൂടുതൽ എനർജി വേണം. സോ ആദ്യത്തെ 2-3 എലമെന്റ്സിൽ അയണൈസേഷൻ എന്താൽപ്പി കൂടുതലാണ്.
ചെറിയ സൈസാണ്, അവന് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാന്നല്ലേ നമ്മൾ പറഞ്ഞത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം എന്താണ്, ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോൺ അത്ര പെട്ടെന്നൊന്നും നിസ്സാര എനർജിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല, കൂടുതൽ എനർജിയിലാണ്. സോ ആദ്യത്തെ കുറച്ച് എലമെന്റ്സിന് എഫക്റ്റീവ് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് കുറച്ച് എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതാണ്? അയൺ, കോപ്പർ, നിക്കൽ. അയൺ, കോപ്പർ, നിക്കലിന്റെ ഒക്കെ അറ്റോമിക് റേഡിയസ് സെയിം ആണ്. അങ്ങനെയുള്ള കേസിൽ അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ പീരിയഡിൽ പോകുമ്പോൾ ബാക്കിയുള്ളതാണ് നിക്കൽ, കൊബാൾട്ട്, സിങ്ക്. അവരുടെ മൂന്നുപേരുടെ കാര്യം എടുക്കുമ്പോൾ അവർക്ക് എന്താണ്, ഷീൽഡിങ് എഫക്റ്റ് ഉണ്ട്. ഇലക്ട്രോൺസ് ഡി ബ്ലോക്കിൽ ഇഷ്ടംപോലെ ഇലക്ട്രോൺസ് ആണ്, 8, 9, 10 അങ്ങനെയാണ് ഇലക്ട്രോൺസ് കിടക്കുന്നത്. അപ്പൊ എന്താണ്, ഇലക്ട്രോൺസിനിടെ റിപ്പൽഷൻ കാരണം ഇവരുടെ സൈസ് കൂടും, ഷീൽഡിങ് എഫക്റ്റ് കാരണം സൈസ് കൂടും. അപ്പം ഇലക്ട്രോണിനെ, ലാസ്റ്റ് കിടക്കുന്ന ഇലക്ട്രോണിനെ പിടിച്ചോണ്ട് പോകാൻ എളുപ്പമാണോ പാടാണോ? കൂടുതൽ എനർജി എളുപ്പമാണ്. എടാ സൈസ് ഭയങ്കര കൂടുതൽ, ന്യൂക്ലിയസിന് അത്ര വലിയ നോട്ടമൊന്നും ഇല്ല, സൈസ് ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ പിന്നെ ലാസ്റ്റ് ഇലക്ട്രോണെ കൊണ്ടുപോകാൻ എളുപ്പമാണോ പാടാണോ? എളുപ്പമാണ്. സൈസ് കൂടിയോ, നോട്ടം കിട്ടുന്നില്ല. അതായത് കുറച്ച് എനർജി മതി. ക്ലാസ്സിലൊന്നും അല്ല ഇരിക്കുന്നത്, വായിച്ചു നോക്കിയിരുന്ന്. ആ പുസ്തകം ഒന്നെടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. പഠിക്കാൻ വന്നിരിക്കുവാ.